ഗായ്സ്, അപ്പോൾ ഫസ്റ്റ് ദിവസം തന്നെ മൈസൂരിലായിരുന്നു കേട്ടോ. അതും രാവിലെ തന്നെ ബസ് ഒരു പുഴയുടെ സൈഡിലായിട്ടോ നിർത്തിയിട്ടുണ്ടായിരുന്നു. നല്ലൊരു വ്യൂ കണ്ടതിന് ശേഷം പിന്നെ ചെക്ക് ഇൻ ചെയ്യാനുള്ള ടൈം ആയിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ കുറേ നേരം പോസ്റ്റ് ആയിട്ട് നിന്നിട്ടുണ്ടായിരുന്നു. കാരണം അവിടെ 2-3 ഗേറ്റ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഏത് ഗേറ്റിൽ കൂടെ പോകേണ്ടതെന്ന് ഡ്രസ്സ് മാറ്റം തിരക്കൊക്കെ ആയിട്ട് ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. നല്ല റഷ് ആയിരുന്നു. ഞങ്ങൾ 9 ആളും ഒരു റൂമിലാട്ടോ കടന്നിട്ടൊക്കെ ഉണ്ടായിരുന്നത്. അങ്ങനെ പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. അവിടെ ആണെങ്കിലും എല്ലായിടത്തും ഉള്ള പോലെ തന്നെ ബൂരി, അപ്പം, പുട്ട്, കറി അങ്ങനെ കേട്ടോണ്ട് തന്നെ പെട്ടെന്നൊക്കെ കഴിച്ചിട്ടുണ്ട്. 3-4 ദിവസം തന്നെയായിരുന്നു കേട്ടോ ഈ ഒരു ബൊഫെ ഫുഡ് ആയിരുന്നു. പ്ലാസ്റ്റിക്കൊക്കെ ആയപ്പത്തിന് ആകെ ഭ്രാന്ത് പിടിച്ചിരുന്നു. കാരണം എന്നും ഈ ഫുഡ് തന്നെയായിരുന്നു. അന്ന് രാത്രിയാണ് ഈ കാര്യമായിട്ടൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ആണെങ്കിൽ നല്ല വിശപ്പുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ എല്ലാരും ഫുഡ് കഴിക്കണ തിരക്കൊക്കെ ആയി. ഗൈസ്, ഞങ്ങള് ഇപ്പൊ എവിടെ എത്തിയത്? മൈസൂർ പാലസിലെത്തി ഗൈസ്. പാലസാണ് നമ്മൾ കണ്ടോണ്ട് നിൽക്കുന്നത്. പിന്നെ പാലസിന്റെ കാര്യം പറയേണ്ട ആവശ്യമില്ലല്ലോ, എല്ലാവരും കുറേ പ്രാവശ്യം കണ്ടിട്ടുള്ളതായിരിക്കും. 1-2 പ്രാവശ്യമൊക്കെ ഇത് കണ്ടാട്ടോ. പക്ഷെ ഇത് പിന്നെയും കാണുമ്പോൾ എന്തോ ഒരു ഭംഗിയാട്ടോ. പിന്നെ ഇതിന്റെ ഉള്ളിലൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു. തിരക്കുണ്ടായിരുന്നു, നല്ല റഷ് ആയിരുന്നു. പിന്നെ തിരക്ക് മാത്രമല്ല, നല്ല വെയിലായിരുന്നു. എത്ര സൺസ്ക്രീം വെച്ചിട്ട് ഒരു കാര്യം ഉണ്ടായിരുന്നില്ല, അത്രക്കും വെയിലുണ്ടായിരുന്നു. പിന്നെ ഇതിന്റെ ഓരോ കോണ് കാണാനും നല്ല ഭംഗിയായിരുന്നു കേട്ടോ. അങ്ങനെ ലാസ്റ്റ് ഞങ്ങൾ ഉള്ളിൽ കയറിയിട്ടുണ്ടായിരുന്നു. ഞങ്ങളെ കൂടെയുള്ള എല്ലാവരും ഉള്ളിൽ കയറിയിട്ടും ഞങ്ങളെ ഷൂ ഒക്കെ വെച്ചിട്ട് കുറേ കഴിഞ്ഞിട്ടോ ഉള്ളിലെത്തിയത്. പിന്നെ ഉള്ളിൽ കയറിയ എന്നത്തെയും പോലെ തന്നെ കുറേ ഫോട്ടോസും വീഡിയോസും അവിടുന്ന് നമ്മളിവിടുന്ന് പോവാണ്. ജസ്റ്റ് ഒന്ന് പറയാൻ പറഞ്ഞാണ്, പക്ഷെ എത്രയൊക്കെ ഉണ്ടാവും ഞാൻ വിചാരിച്ചില്ല. പിന്നെ അതിനുശേഷം സ്വിമ്മിംഗ് പൂളിൽ പോയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ റിസോർട്ടിൽ എത്തിയിട്ട്. അതൊന്നും പിന്നെ എനിക്ക് അത്ര വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഗൈസ്, പൂള് കഴിഞ്ഞിട്ട് ഞങ്ങള് ഗാർഡനിക്ക് പോവാണ്. പിന്നെ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് അവിടെ തന്നെ ഒരു വൃന്ദാവനോ എന്തോ പറഞ്ഞിട്ടൊരു ഗാർഡൻ എന്തോ ഉണ്ടായിരുന്നു, അങ്ങോട്ടാട്ടോ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല, കുറെ നടക്കാണ്ട്, ഷോപ്പിംഗ് ഉണ്ട്, പിന്നെ കുറെ ഫുഡ് അടി സ്പോട്ടും ഉണ്ടായിരുന്നു. വേറെ ഒന്നുമില്ല കാര്യമായിട്ട്. അവിടെ നിന്നാണെങ്കിൽ ഒരു സ്വീറ്റ് കോണൊക്കെ വാങ്ങി കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ തന്നെ ലൈറ്റ് ഷോ ഉണ്ട് പറഞ്ഞിട്ട് അതിന് നടക്കാണ്. പിന്നെയും കാണാനൊരു രസമൊക്കെ ഉണ്ടായിരുന്നു, കുറെ നേരം ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ കുറച്ചു നേരം ഇരുന്നപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. സംഭവം അങ്ങനെ പല കളറിലും വെള്ളങ്ങൾ പല സ്റ്റെപ്പിലൊക്കെ ഡാൻസ് കളിക്കണതാണ്, നല്ല രസം. എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇവിടെയാണ് കേട്ടോ. ഈ ബസ് കയറിയിട്ടുള്ള ഈ ഒരു അടിച്ചുപൊളിയായിരുന്നു. ഈ 3-4 ദിവസം ഉണ്ടായിട്ടും ഇതായിരുന്നു കേട്ടോ ഏറ്റവും അടിപൊളിയായിട്ടുണ്ടായിരുന്നത്. എല്ലാവരും പിന്നെ എത്ര ടയേർഡ് ആണെങ്കിലും എല്ലാവരും നല്ല ഫോമിൽ വന്ന് ഡാൻസ് കളിക്കും കേട്ടോ. അത്രയും വൈബ്. ബസ്സിൽ കടന്ന് ഡാൻസ് കളിച്ചൊന്നും മതി, അതിട്ട് വീണ്ടും ഞങ്ങൾ പുറത്തിറങ്ങിയിട്ടും ഡാൻസ് കളിച്ചിട്ടുണ്ട്. ബസ്സുകാരാണെങ്കിൽ ഞങ്ങൾ എവിടെ ഇറങ്ങിയാലും അപ്പോൾ ലൈറ്റും സോങ്ങും ഒക്കെ ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബസ്സിൽ കളിച്ചൊന്നും മതിയാവാണ്ട് ഞങ്ങൾ അതിൻ്റെ പുറത്തിറങ്ങിയിട്ട് വീണ്ടും ഡാൻസ് കളിച്ചിട്ടുണ്ടായിരുന്നു. സംഭവം ഈ ട്രിപ്പത്തെ ഏറ്റവും ഹൈലൈറ്റ് ഈ ബസ്സും ഈ ഡാൻസ് കളിയും സോങ്ങും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. പിന്നെ രാത്രിക്കൊക്കെ ഫുഡ് നെയ്ച്ചോറ്, പൊറാട്ട, ചിക്കൻ റോസ്റ്റ്, ചിക്കൻ കറി, ചിക്കൻ ചില്ലി ഒക്കെ ആയിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ തിരിച്ച് റിസോർട്ടിൽ എത്തിയിട്ട് ജസ്റ്റ് ഒരു ക്യാമ്പ് ഫയർ പോലെ ഞങ്ങളെല്ലാവരും സെറ്റ് ചെയ്തിട്ട് പാട്ടും ഡാൻസും ഗെയിമും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഞങ്ങളെല്ലാവരും നല്ല ടയേർഡായിരുന്നു. എന്നാലും എല്ലാവരും ആ പാട്ടിൻ്റെയും ഡാൻസിൻ്റെ ഇതിൽ ഭയങ്കര ഫോമായിരുന്നു. അന്ന് രാത്രി ഒരു 12-1 മണി 2 മണി വരെയൊക്കെ ഇത് തന്നെയായിരുന്നു കേട്ടോ. പാട്ട്, ഡാൻസ്, ഒപ്പന, ഗെയിം കളി അങ്ങനെയൊക്കെ ആയിരുന്നു. അങ്ങനെ ഫസ്റ്റ് ദിവസം കൊണ്ടുപോയത് ആ ഡാൻസും സോങ്ങും പിന്നെ ബസ്സൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഗൈസ്, ഇത്രയൊക്കെ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം.